പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് നയിക്കുന്ന നടപടിയാണ് ഈ അക്രമമെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ആ വാക്കുകളിലേക്ക്. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. In Operation Rising Lion, Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. History will record that President Trump acted to deny the world's most dangerous regime the world's most dangerous weapons. His leadership today has created a pivot of history that can help lead the Middle East and beyond to a future of prosperity and peace. President Trump and I often say, peace through strength. First comes strength, then comes peace. And tonight, President Trump and the United States acted with a lot of strength. President Trump, I thank you. The people of Israel thank you. The forces of civilization thank you. God bless America. God bless Israel. And may God bless our unshakable alliance, our unbreakable faith. അമേരിക്കയുടെ ആണവ നിലയങ്ങൾ കേന്ദ്രമാക്കിയുള്ള ആക്രമണം ചരിത്ര നടപടിയായി എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ശക്തിയിലൂടെ സമാധാനം നേടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പി ജെയിംസ് നമുക്കിപ്പോൾ വീണ്ടും ചേരുകയാണ്. പി ജെയിംസ്, ശരിക്കും ഈ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെയും ഒരുപക്ഷെ അമേരിക്കയുടെയും താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. വിവരങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള രാജ്യമാണ് ഇറാൻ ഇപ്പോഴത്തെ ഭരണകൂടവും. അതിനെതിരെയുള്ള യുദ്ധത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിന് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നു. സമാധാനം വരുന്നത് ശക്തിയിലൂടെയാണ്, സ്ട്രെങ്ത് ഫ്രം സ്ട്രെങ്ത്. അപ്പോൾ ആദ്യം ശക്തി കാണിച്ചിട്ട് സമാധാനത്തിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട്, ട്രംപും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഇവിടെയും ഗോഡ് ബ്ലസ് അമേരിക്ക, ഗോഡ് ബ്ലസ് ഇസ്രായേൽ, യുദ്ധത്തിനും ദൈവത്തിൻ്റെ കൂട്ടുപിടിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി. എന്തായാലും SKN ഇത് പറയുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കൂട്ടത്തിൽ ഇറാൻ്റെ ഒരാളുടെ പേരാണ് എടുത്തു പറഞ്ഞത്. പരമോന്നത നേതാവിൻ്റെ പോലുമല്ല. എടുത്തു പറഞ്ഞത് ഖോസിം സുലൈമാനി എന്ന ഒരുപക്ഷെ ഇറാൻ്റെ സർവശക്തനായ സൈന്യാധിപനായിരുന്ന ഖോസിം സുലൈമാനിയെ 2020 ബാഗ്ദാദിൽ കോൺവോയ് ആയിട്ട് വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊലപ്പെടുത്തിയത്. അന്ന് ട്രംപ് പറഞ്ഞ ഒരു കാര്യം, ട്രംപ് ആദ്യത്തെ ടേമിൽ ഭരിച്ച് ഏതാണ്ട് തീരാറായിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരി 2, 2020 ജനുവരി 20 അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. അതിന് മുമ്പ് 18 ദിവസം മുമ്പെയാണ് ആക്രമണം നടത്തിയത്. അന്ന് ട്രംപ് പറഞ്ഞത് ഈ ലേസർ ഗൈഡഡ് മിസൈൽ ചെന്ന് ഈ സുലൈമാനിയുടെ കോൺവോയിൽ പതിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം. അങ്ങനെ നേരിട്ട് കാണിച്ചുകൊണ്ട് അധികം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഡ്രോണിൽ നിന്ന് ഈ മിസൈൽ പായുന്നതും ഇത് കൃത്യമായി വന്ന് കോൺവോയ് ആയിട്ട് രീതിയിൽ സുലൈമാനി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ തട്ടി അത് പൊട്ടിത്തെറിക്കുന്നതും നേരിട്ട് കണ്ട ആളാണ്. ഇതേ ട്രംപ് തന്നെയാണ് പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ 2019 തീരുമാനിച്ചു. 10 മിനിറ്റ് മുമ്പ് തീരുമാനം മാറ്റി. ഒപ്പം തന്നെ ആ തരത്തിൽ പല തീരുമാനങ്ങളിലും പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സേനയെ പിൻവലിക്കാൻ തീരുമാനമെടുത്തു അവസാന നിമിഷത്തിൽ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് സമാധാനത്തെക്കുറിച്ച് പറയുകയും പക്ഷേ ചില സമയത്ത് അടിക്കുകയും ചെയ്യുന്നൊരു നേതാവെന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. SKN ഇതിനിടെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 20 മാസമായി ഗസയിൽ യുദ്ധം നടക്കുകയാണ്. അതിൻ്റെ ഹമാസാണ്. ഹമാസിന് ആയുധവും സൈന്യവും എല്ലാ പിന്തുണയും നൽകുന്നത് ഇറാനാണ്. ലെബനിൽ ഹെസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി ഇറാനാണ്, പ്രോക്സിയാണ് ഇറാൻ്റെ. അതുപോലെ ഹൂതികൾ യമനിൽ. ഈ 3 ശക്തികൾ വഴിയാണ് ഇറാൻ ഇസ്രായേലിനെ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 20 മാസമായി അവർക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ക്രൂരമായ യുദ്ധമാണ് എന്ന് പറയാതെ വയ്യ. ഗസയിൽ 56,000 പേര് കൊല്ലപ്പെട്ടു. ഹമാസ് കയറി ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ആ യുദ്ധം ആരംഭിച്ചത്. ഇപ്പോൾ 20 മാസം പിന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ശക്തികളെയും തളർത്തിയ ശേഷമാണ് ഇപ്പോൾ ഇറാന് നേരെയുള്ള യുദ്ധം ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. 10-ാം ദിവസമാണ്. ഇതേ തുടർന്നാണ് അമേരിക്ക യുദ്ധം
ഏറ്റെടുത്തിരിക്കുന്നത് എസ്കേൻ. PP ജെയിംസ്, ഈ യുദ്ധം മുറുകുന്ന സാഹചര്യത്തിൽ PP ചാകരയാണ് എന്ന് പറയുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട്. എസ്കേൻ, നമ്മളൊരു യുദ്ധത്തെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷെ യുദ്ധമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. അതേപോലെ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിജിൻ അമേരിക്ക ചെയ്യുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എസ്കേൻ. ഷിജിൻ കൂളിൻ്റെ അവിടെ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്നു, ജെയിംസ് യു ആർ റോങ്, ഇറ്റ് വാസ് 7th January. PP പറഞ്ഞല്ലോ ജനുവരി അല്ല, ഒക്ടോബർ 7 എന്നാണ് ഞാൻ പറഞ്ഞത്. ഒക്ടോബർ 7 ഒക്ടോബർ 7 ശരി. ഓക്കെ, PP ജെയിംസാ, യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലും ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. യുദ്ധം പരാജയപ്പെടുത്തിയുള്ളൂ. മനുഷ്യൻ സംസ്കാരം സിദ്ധിക്കുകയും അവൻ വികസനം കുതിക്കുകയും ശാസ്ത്ര സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് അവൻ്റെ ജീവിത രീതി മാറ്റിമറിക്കുകയൊക്കെ ചെയ്യുന്നതിനെ മുഴുവൻ തച്ച് തകർക്കാനേ യുദ്ധങ്ങൾക്ക് കഴിയൂ എന്നുള്ള കാര്യം ലോകം തെളിയിച്ചിട്ടുള്ളതാണ്. 2 ലോകയുദ്ധങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്ന എന്താണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഇപ്പോഴുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ സ്വാധീനമുണ്ട്. ഒരിക്കലും തങ്ങൾ ചെയ്തു കൂട്ടിയിട്ടില്ലാത്ത ഒരു അപരാധത്തിൻ്റെ പേരിൽ ഫലം അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉള്ളത്. നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 6-ാം തീയതിയും 9-ാം തീയതിയും 3 ദിവസങ്ങളുടെ ഇടവേളയിൽ 2 നഗരങ്ങൾ ചുട്ടു ചാമ്പലാക്കി അണുവായുധങ്ങൾ. അപ്പോൾ യുദ്ധം ഉണ്ടാക്കുന്ന സാമ്പത്തിക ചെലവും വളരെ വലുതാണ്. ഇറാനുമായുള്ള യുദ്ധം ഇസ്രയേൽ ഓരോ ദിവസവും 2463 കോടി രൂപ ചെലവ് വരുത്തി വയ്ക്കുന്നു എന്നാണ് ഏകദേശ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനും ഇസ്രയേലിനും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾക്കുമേൽ വലിയ സാമ്പത്തിക ഭാരം ഈ യുദ്ധം വരുത്തി വയ്ക്കുന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ വളരെ ചെറിയൊരു പ്രദേശത്തിരിക്കുന്ന ആളിന് പോലും ഈ യുദ്ധത്തിൻ്റെ സ്വാധീനം ഉണ്ടാകും. നമ്മളൊരു പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വില മാറും.